This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പിതാവിനെ ഞാൻ കാണുമേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ. തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണമെന്നാണ് അർത്ഥം. ഒന്നാമതായി ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുകയും തുടർന്ന് അക്ഷരികമായി ദൈവത്തിൻ്റെ ഭരണം ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. ദൈവം ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായ ദൈവത്തിൻ്റെ വിശുദ്ധ നഗരമായി ജെറുസലേം നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം ആരംഭിക്കുകയായി. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവൻ്റെ തേജസ്. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ ജീവൻ്റെ സമ്പൂർണതയായ തേജസ് പ്രാപിച്ച് ദൈവത്താൽ നിറയപ്പെട്ടവരായി അവൻ്റെ രാജ്യത്തിൽ അവനോടുകൂടെ താമസിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചതും ഇപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം വിളിച്ച് തെരഞ്ഞെടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം. കഴിഞ്ഞ 12 എപ്പിസോഡുകളിലായി വിശുദ്ധ വേദപുസ്തകത്തിലെ അടിസ്ഥാനപരമായ 4 സംഗതികൾ നാം ഒരുമിച്ച് പഠിക്കുവാനായിട്ട് ആരംഭിച്ചു. അതിൽ ഒന്നാമത്തേത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പരമമായ ഉദ്ദേശ്യങ്ങളാണ്. രണ്ടാമത്തേത് ആ ദൈവിക പദ്ധതിയിൽ നിന്നും വീണുപോയ മനുഷ്യനെ തൻ്റെ പുത്രനെ നൽകി വിളിച്ച് തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശമാണ്. മൂന്നാമത്തെ വിഷയം ഈ മനുഷ്യർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വിലയേറിയതും അതിമഹത്വമായ ഒരു കൂട്ടം വാഗ്ദത്തങ്ങളാണ്. നാലാമതായി ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപാട് വരെയുള്ള 66 പുസ്തകങ്ങളിലൂടെ ഓരോ കാലഘട്ടങ്ങളിലും ജീവിച്ചിരുന്ന തൻ്റെ ജനത്തോട് സ്വർഗത്തിലെ പിതാവാം ദൈവം അരുളി ചെയ്ത അവൻ്റെ സന്ദേശങ്ങളാണ്. ഈ 4 കാര്യങ്ങളും എല്ലായ്പ്പോഴും ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് പ്രാരംഭ എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
ദൈവം നമ്മെ സൃഷ്ടിച്ചതിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശങ്ങളിൽ ഒന്നാമത്തേത് ദൈവത്തിന് ഒരു കുടുംബം ആവശ്യമാണ്. അതായത് അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവുമുള്ള ഒരു കൂട്ടം പുത്രീപുത്രന്മാരെ അവൻ ആവശ്യമായതുകൊണ്ടാണ് അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഒന്നാമത്തെ പുത്രനായ ആദാം ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് പാപം ചെയ്ത് ദൈവ കുടുംബത്തിൽ നിന്നും അന്യമാക്കപ്പെട്ടു. തുടർന്ന് ആദമിൻ്റെ ഒരു മകനായ ശേത്തിൻ്റെ തലമുറകളിലൂടെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെട്ടവരിലൂടെ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ വ്യവസ്ഥിതി ഭൂമിയിൽ മുന്നോട്ട് പോയെങ്കിലും നോഹയുടെ കാലഘട്ടം എത്തിയപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരായിരുന്ന ശേത്തിൻ്റെ തലമുറക്കാരും ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് ദൈവ കുടുംബത്തിൽ നിന്നും അന്യമാക്കപ്പെട്ടു. ദൈവം ആ തലമുറയെ ന്യായം വിധിക്കുകയും നോഹയും കുടുംബത്തെയും മാത്രം രക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് നോഹയുടെ വംശപാരമ്പര്യത്തിലൂടെ ദൈവം തനിക്കു വേണ്ടി ഒരു മനുഷ്യനെ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ പേര് ആബ്രഹാം എന്നാണ്. ആബ്രഹാമിലൂടെ തനിക്ക് വലിയൊരു കുടുംബത്തെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു. അവരുടെ പേര് ഇസ്രായേൽ മക്കൾ എന്നാണ്. എന്നാൽ ഇസ്രായേൽ മക്കളും ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് അവനെതിരെ പാപം ചെയ്ത് അവരുടെ കുടുംബത്തിൽ നിന്നും അന്യമാക്കപ്പെട്ടു. ആദമിൻ്റെയോ ശേത്തിൻ്റെ തലമുറക്കാരുടെയോ ഇസ്രായേൽ ജനത്തിൻ്റെയോ മത്സരമോ അനുസരണക്കേടോ ദൈവത്തിൻ്റെ കുടുംബം ഈ ഭൂമിയിൽ സ്ഥാപിക്കുക എന്നുള്ള ദൈവിക പദ്ധതിക്ക് ഒരു നാളും നീക്കം വരുത്തിയില്ല. കാലസമ്പൂർണതയിൽ തൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായ ഭൂമിയിലേക്ക് അയച്ച് അവരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ദൈവത്തിൻ്റെ കുടുംബം ഈ ഭൂമിയിൽ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല തൻ്റെ ആത്മാവിനെ നമ്മുടെ ആത്മാവിലേക്ക് അയച്ച് നാം ദൈവത്തിൻ്റെ മക്കളെന്ന് സദാസമയം പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറഞ്ഞ് ആ പുത്രത്വ പദവി നമ്മുടെ ആത്മാവിൽ ഉറപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും ആബാ പിതാവ് എന്ന് നമുക്ക് പകരമായി പിതാവാം ദൈവത്തെ വിളിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ ബുദ്ധിയും മനസ്സും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദങ്ങൾ തിരിച്ചറിഞ്ഞ് ആത്മാവിൻ്റെ സഹായത്താൽ സ്വർഗത്തിലെ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ പ്രാപ്തി പ്രാപിച്ചിരിക്കുകയാണ്. ദൈവം നമ്മെ അവൻ്റെ പുത്രന്മാരും പുത്രിമാരും ആക്കിയത് നമുക്കൊരു അവകാശം തരാൻ വേണ്ടിയാണ്. എന്താണ് ദൈവത്തിൽ ഉള്ള നമ്മുടെ അവകാശം? അത് ദൈവത്തിൻ്റെ തേജസ്സാണ്. അതായത് ദൈവം തന്നെയാണ് നമ്മുടെ അവകാശം. യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവ കുടുംബത്തിൽ അംഗമായി തീർന്ന അനേകരും ദൈവത്തെ തങ്ങളുടെ പിതാവായി തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പോയിൻറ്റും കൂടെ ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതായത് 5 തരത്തിലുള്ള ശുശ്രൂഷകന്മാരുടെ അഭാവം നിമിത്തം ജനം സ്വർഗീയ പിതാവിനെക്കുറിച്ചുള്ള വെളിപ്പാടിലേക്ക് വളർന്നു വരുന്നില്ല. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം തുടങ്ങി വായിക്കുമ്പോൾ ദൈവം സഭയിൽ 5 തരത്തിലുള്ള ശുശ്രൂഷകന്മാരെ നിയോഗിച്ചിരിക്കുന്ന വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ 11-ാം വാക്യം വായിക്കുകയാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ദൈവം സഭയിൽ നിയമിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള 5 ശുശ്രൂഷകന്മാരെയാണ്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ഈ 5 തരത്തിലുള്ള ശുശ്രൂഷകന്മാരെ ദൈവം നിയമിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യങ്ങൾ
തൊട്ട് താഴോട്ടുള്ള ഓരോ വാക്യങ്ങളിലായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 12ഉം 13ഉം വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. അതായത് ഈ 5 തരത്തിലുള്ള ശുശ്രൂഷകന്മാർ ദൈവസഭയിൽ ക്രമമായി ശുശ്രൂഷിച്ചാൽ സഭ മുഴുവനും ദൈവത്തിൻ്റെ വേലയ്ക്കു വേണ്ടി സജ്ജമാക്കപ്പെടും. അതായത് സഭയിലെ എല്ലാ വ്യക്തികളും ശുശ്രൂഷയിൽ ഏർപ്പെടേണ്ട ആവശ്യമുണ്ട്. യേശുവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പുത്രത്വ പദവിയിൽ വന്ന് എല്ലാവരുടെ മേലും ഏതെങ്കിലുമൊക്കെ കൃപാവരങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ദൈവം അവരിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇനി ഈ 5 തരത്തിലുള്ള ശുശ്രൂഷകന്മാർ തങ്ങളുടെ ശുശ്രൂഷയിലൂടെ ഇവരുടെ ശുശ്രൂഷകളെ കണ്ടെത്തി, കൃപാവരങ്ങളെ കണ്ടെത്തി, ആ വേലയ്ക്കു വേണ്ടി അവരെ ഒരുക്കിയെടുക്കേണ്ട, സജ്ജമാക്കേണ്ട ദൗത്യമുള്ളവരാണ്. മാത്രമല്ല അവരെ ആത്മാവിൻ്റെ വർധനവിലേക്ക് വളർത്തിയെടുക്കണം. ആത്മീയ വർധനവ് അവർക്കുണ്ടാകുവാൻ ഈ 5 തരം ശുശ്രൂഷകന്മാർ പ്രവർത്തിക്കേണ്ടതാണ്. 5 തരം ശുശ്രൂഷകന്മാരുടെ ഇത്തരത്തിലുള്ള ശുശ്രൂഷകളിലൂടെ ജനമെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യതയിലേക്ക് വരും. മാത്രമല്ല ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും പ്രാപിക്കും. അതിൻ്റെ ഫലമായി അവർ തികഞ്ഞ പുരുഷത്വത്തിലേക്ക് വരും. മാത്രമല്ല ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുകയും ചെയ്യും. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ശ്രമിക്കുന്നത്. അതായത് 5 തരത്തിലുള്ള ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷകൾ അനുഭവിക്കുന്ന ഏതൊരു വിശ്വാസിയും, ഏതൊരു ദൈവത്തിൻ്റെ മകനും മകളും ക്രമേണ വളരുവാൻ തുടങ്ങും. വളർന്ന് അവർ തികഞ്ഞ പുരുഷത്വത്തിലേക്ക് വരും. ഈ ഭൂമിയിൽ ജീവിച്ചതിൽ ഏക സമ്പൂർണ്ണ പുരുഷൻ, സമ്പൂർണ്ണ മനുഷ്യൻ, തികഞ്ഞ മനുഷ്യൻ നസ്രയനായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. പുരുഷത്വത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഒന്നുപോലും കുറവില്ലാതെ നിങ്ങൾക്ക് യേശുവിൽ കാണുവാൻ കഴിയും. പുരുഷത്വത്തിൻ്റെ ലക്ഷണങ്ങൾ, തികഞ്ഞ മനുഷ്യൻ്റെ ലക്ഷണങ്ങൾ ചില എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വാക്കു പറഞ്ഞാൽ തെറ്റാത്തവനാണ് തികഞ്ഞ പുരുഷൻ. സ്വന്തം അബദ്ധങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മാത്രമല്ല ഏറ്റെടുക്കുന്നത്, പിന്നെയോ തന്നോട് കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും അബദ്ധങ്ങളുടെ, വീഴ്ചകളുടെ, പാപങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവനാണ് പുരുഷൻ. പുരുഷത്വത്തിൻ്റെ ലക്ഷണങ്ങൾ അനേകമാണ്. യേശുക്രിസ്തുവാണ് തികഞ്ഞ പുരുഷൻ. എന്നാൽ നാം ആരും തികഞ്ഞ പുരുഷന്മാരല്ല, പുരുഷത്വമുള്ളവരല്ല. പാപത്താൽ വാടിക്കൊഴിഞ്ഞുപോയ മനുഷ്യക്കോലങ്ങളാണ് ഞാനും നിങ്ങളും. പാപം നിമിത്തം ആ പുരുഷത്വം നമ്മിൽ ചിതറപ്പെട്ടു പോയി, ഉടയ്ക്കപ്പെട്ടു പോയി. ഇപ്പോൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു വരുമ്പോൾ നമ്മുടെ പാപങ്ങൾ മോചിക്കുകയും രക്ഷിക്കുകയും മാത്രമല്ല ദൈവത്തിൻ്റെ പദ്ധതി, പിന്നെയോ ക്രിസ്തുവിനെ പോലെ തികഞ്ഞ പുത്രന്മാരാക്കി ക്രിസ്തുവിൻ്റെ തികഞ്ഞ പുത്രത്വ പദവിയിലേക്ക്, ആ തികഞ്ഞ പുരുഷത്വത്തിലേക്ക് ദൈവം നമ്മെ വളർത്തിയെടുക്കുകയും ചെയ്യുകയാണ്. അതിന് നമുക്ക് 5 തരത്തിലുള്ള ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷകൾ ആവശ്യമാണ്. മാത്രമല്ല അവർ ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുക എന്നതിൻ്റെ അർത്ഥമെന്താണ്? എന്താണ് ക്രിസ്തുവിൻ്റെ സമ്പൂർണത എന്ന് പറഞ്ഞാൽ?
ഇത് യേശുക്രിസ്തുവിൻ്റെ ദൈവികത്വത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ ഡിവിനിറ്റിയെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, പിന്നെയോ അവൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചാണ്, തികഞ്ഞ പുരുഷത്വത്തെക്കുറിച്ചാണ്. ഈ ഭൂമിയിൽ ജീവിച്ചതിൽ ഏക സമ്പൂർണ്ണ മനുഷ്യൻ നസ്രയനായ യേശുക്രിസ്തു മാത്രമാണെന്ന് ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു എങ്ങനെയാണ് സമ്പൂർണ്ണ മനുഷ്യനെ മാറ്റപ്പെട്ടത്? എങ്ങനെയാണ് തികഞ്ഞ പുരുഷനെ മാറ്റപ്പെട്ടത്? ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി അവനിൽ വാസം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവൻ സമ്പൂർണ്ണ മനുഷ്യനായി മാറ്റപ്പെട്ടത്. ഇനി എന്നെയും നിങ്ങളെയും ഈ യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണതയിലേക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ സഭയിൽ 5 തരത്തിലുള്ള ശുശ്രൂഷകന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നത്. നോക്കുക, ഇതാണ് യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇനി എൻ്റെ പ്രായത്തിൻ്റെ അളവ്, എൻ്റെ പൊക്കം ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ക്രമേണ പരിശുദ്ധാത്മാവിനാൽ 5 തരത്തിലുള്ള ശുശ്രൂഷകളിലൂടെ ദൈവം എന്നെ ക്രിസ്തുവിൻ്റെ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളർത്തി ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ ആ പ്രായത്തിന് സമമായ നിലയിൽ ആ തികഞ്ഞ പുരുഷത്വത്തിൽ സമ്പൂർണ്ണ മനുഷ്യനാക്കി അവൻ്റെ ആത്മാവിനാൽ എന്നെ വളർത്തുകയാണ്. ഈ പ്രായത്തിലേക്ക് എത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗീയ പിതാവിനെക്കുറിച്ചുള്ള ശരിയായ പ്രകാശനം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. അതായത് ഈ വളർച്ചയുടെ പടവുകളിൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗീയ പിതാവിനെക്കുറിച്ച് പൂർണ്ണമായി തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. വീണുപോയ മനുഷ്യപ്രകൃതത്തെ പണിതെടുക്കുന്ന കാര്യമല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെയോ യേശുക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിൽ നിറച്ച് അവൻ്റെ ജീവൻ്റെ സമ്പൂർണതയിലേക്ക് നമ്മെ വളർത്തിയെടുത്ത് അവനെ നമ്മിൽ വെളിപ്പെടുത്തുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മനുഷ്യനെ നന്നാക്കുന്ന കാര്യപരിപാടി അല്ലെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ, അതായത് ക്രിസ്തു ഒരു വ്യക്തിയിൽ ഫോം ചെയ്യുകയാണ്. ക്രിസ്തുവിൻ്റെ ജീവൻ, ക്രിസ്തുവിൻ്റെ ജീവിതം അവനിലൂടെ വെളിപ്പെടുത്തി ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവിലേക്ക് ദൈവം അവനെ വളർത്തിയെടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ വേദഭാഗങ്ങൾ നമ്മോട് പറയുന്നത്. ദൈവം ഒരിക്കലും നമ്മുടെ വീണുപോയ മനുഷ്യപ്രകൃതത്തെ പണിതെടുക്കുന്നില്ല. നാം പലപ്പോഴും നോക്കുന്നത് നമ്മുടെ മനുഷ്യപ്രകൃതത്തിലെ മോശമായ കാര്യങ്ങളെക്കുറിച്ചാണ്. മനുഷ്യപ്രകൃതത്തിലെ മോശമായ പാപങ്ങൾ, കോപം, ഭിന്നത, കയ്പ്, അസൂയ, കൊലപാതകം എന്നുവേണ്ട ഒരു കൂട്ടം അശുദ്ധികൾ നീക്കം ചെയ്യുന്ന കാര്യമാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ നമ്മുടെ മനുഷ്യപ്രകൃതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് നാം കരുതുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിന് അറപ്പാണ്. മനുഷ്യൻ ജഡമാണ്. ആ ജഡത്തിൽ നിന്നുത്ഭവിക്കുന്ന ഏത് നന്മയും ദൈവത്തിന് അറപ്പാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. നിങ്ങളുടെ സൗമ്യതയും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ശാന്തതയും നിങ്ങളുടെ ജഡത്തിൻ്റെ നല്ല വശങ്ങളും ദൈവത്തിന് അറപ്പാണ്. ഇത് ദൈവം ഉപയോഗിക്കുന്നില്ല. ജഡത്തിൻ്റെ മോശം സ്വഭാവങ്ങളും ജഡത്തിൻ്റെ നല്ല സ്വഭാവങ്ങളും ദൈവത്തിന് ഒരുപോലെ അറപ്പാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സ് ദൈവസഭയിലില്ലെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് വ്യക്തിത്വ വികസന സമ്പ്രദായം? ഒരു മനുഷ്യനിലെ നല്ല സ്വഭാവങ്ങളെ വളർത്തിയെടുക്കുന്നതാണ്.
സത്യത്തിൽ പേഴ്സണാലിറ്റി എന്ന പദം വന്നിരിക്കുന്നത് പെർസോണ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. പെർസോണ എന്ന് പറഞ്ഞാൽ മൂടുപടം എന്നാണ്. അതായത് ഓരോ സന്ദർഭത്തിലും ഓരോ സാഹചര്യത്തിലും ശരിയായിരിക്കുന്ന മൂടുപടം ഇടുവാൻ നമ്മെ പഠിപ്പിക്കുന്നതാണ്, അതിനുള്ള ട്രെയിനിങ്ങുകളാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ. അത് ദൈവസഭയ്ക്കകത്തില്ല. നിങ്ങളുടെ എല്ലാ വ്യക്തിത്വത്തെയും, നിങ്ങളുടെ ശ്രേഷ്ഠമേറിയ എല്ലാ നന്മ സ്വഭാവങ്ങളെയും പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ക്രിസ്തുവിൻ്റെ ജീവൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളർത്തിയെടുക്കുമ്പോഴാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുന്നത്. ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമും ദൈവസഭയ്ക്കകത്തില്ല. അതായത് വീണുപോയ മനുഷ്യൻ്റെ ഒരു കഴിവുകളും ദൈവം തൻ്റെ വേലയ്ക്കു വേണ്ടി ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല, നിങ്ങളുടെ സ്വയത്തെ ത്യജിപ്പിച്ച് സ്വയത്തിൻ്റെ ശക്തിയെ തകർത്തു കളഞ്ഞ് നിങ്ങളുടെ ദേഹിയുടെ എല്ലാ കഴിവുകളെയും നീക്കം ചെയ്ത് ക്രിസ്തുവിൻ്റെ ജീവൻ, ക്രിസ്തുവിൻ്റെ കഴിവ് നിങ്ങളിൽ നിക്ഷേപിച്ച് ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവിലേക്ക് ദൈവം നിങ്ങളെ വളർത്തിയെടുക്കുകയാണ്. നല്ല ജീവിതത്തെക്കുറിച്ചുള്ള ഉപദേശമല്ല സുവിശേഷം പറയുന്നത്, പിന്നെയോ നിത്യജീവൻ്റെ ഉപദേശമാണ്. യേശുക്രിസ്തുവിലാണ് നിത്യജീവനുള്ളത്. അവൻ്റെ ജീവൻ നിങ്ങൾക്ക് തന്ന് ആ നിത്യജീവൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ വളർത്തിയെടുക്കുമ്പോൾ സ്വാഭാവികമായും നല്ല ജീവിതം നിങ്ങളിൽ വെളിപ്പെട്ടു വരികയാണ്. ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം നിങ്ങളെ വളർത്തിയെടുക്കുവാൻ ദൈവം സഭയിൽ 5 തരം ശുശ്രൂഷകന്മാരെ നിയോഗിച്ചിരിക്കുകയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം തുടങ്ങി വായിച്ചു കഴിഞ്ഞാൽ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയായി തീരുകയാണ്. ഇനി നിങ്ങൾ ശിശുക്കളായിരിക്കത്തില്ല. ഒരു ശിശുവിന് അപ്പനെ അറിയാൻ കഴിയത്തില്ല. അപ്പൻ്റെ ഹിതങ്ങളും ആഗ്രഹങ്ങളും തിരിച്ചറിയാൻ കഴിയത്തില്ല. പക്ഷേ ഈ 5 തരത്തിലുള്ള ശുശ്രൂഷയിലൂടെ നിങ്ങൾ ശിശുപ്രായം വിട്ട് ക്രിസ്തുവിൻ്റെ തലയോളം വളരുകയാണ്. നോക്കുക, ക്രിസ്തുവിൻ്റെ തികഞ്ഞ പുരുഷത്വം പ്രാപിക്കുക, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുക, ക്രിസ്തുവിൻ്റെ തലയോളം വളരുക. ഇതാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി. ഈ പദ്ധതിയിലേക്ക് നിങ്ങൾ വളർന്നു വരുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ നിങ്ങളുടെ പിതാവായി നിങ്ങൾ തിരിച്ചറിയുകയും ആ സ്വർഗീയ പിതാവുമായുള്ള ഗാഢമായ ബന്ധത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യും. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ഉഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചിച്ചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല.
കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ